ഉലുവാട് ഇലയുണ്ട് കേട്ടോ. ഉലുവാട് ഇലയും ഇവിടെ കിട്ടും. പിന്നെ ഇത് നമ്മുടെ പാലക്കിൻ്റെ ഇല. അപ്പം മച്ചന്മാരെ നമ്മുടെ വഴുതനങ്ങ, പിന്നെ അതിനപ്പുറത്തോട്ട് മാറി പാവയ്ക്ക, നമ്മുടെ പച്ച ക്യാബേജ്. അപ്പുറത്ത് വയലറ്റ് ക്യാബേജ് ഇരിപ്പുണ്ട്, ഇത് പച്ച ക്യാബേജ്. ഹായ് മച്ചാമാരെ, അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ റാന്നിയിൽ നിന്ന് കോണിച്ചേരി പോകുന്ന റൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇവിടെ ഒരു വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണിക്കാം. അപ്പം ഞാൻ നിൽക്കുന്നത് ചീങ്കയിൽമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിന് കുറച്ച് ബാക്കിലോട്ട് മാറിയാണ്. ഇത് അതിമനോഹരം എന്ന് വെച്ചാൽ കാണാൻ നല്ല രസമെന്ന് പറഞ്ഞാൽ ഇതുണ്ട് നമ്മുടെ പച്ചക്കറി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. രാവിലെ മച്ചാന്മാരെ പച്ചക്കറിയുടെ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ അപ്പോൾ പലതവണ ഞാനിങ്ങനെ ഈ റൂട്ട് സഞ്ചരിക്കുമ്പോഴേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി രാവിലെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഹോൾസെയിലായിട്ടും നമുക്ക് പച്ചക്കറി എടുത്തുകൊണ്ട് ഒരു ഇത് കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ നമുക്ക് മേടിക്കണമെന്നുണ്ടെങ്കിലും എല്ലാം തൂക്കം അനുസരിച്ചാണ് പലതരം പച്ചക്കറികൾ ഇവിടെ ഹിന്ദിക്കാരാണ്, അവർക്ക് മലയാളം അറിയാം. പിന്നെ മലയാളികളുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാൻ രാവിലെ വെച്ചാൽ പറഞ്ഞു വീഡിയോ വരാമോ എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ നേരെ വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോൾ ഓരോ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം മച്ചന്മാരെ ഫസ്റ്റ് നമ്മുടെ വെള്ളരി, അടിപൊളി വെള്ളരിക്ക കുറേ കൂട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ക്യാബേജ്, നല്ല രസമുണ്ട് ക്യാബേജ് കാണാൻ. അതുപോലെ കോളിഫ്ലവർ എല്ലാം ഉണ്ട്. പിന്നെ അതിനിപ്പുറത്ത് നമ്മുടെ തണ്ണിമത്തൻ, നമ്മുടെ വേനൽക്കാലത്തെ ഉപകാരം ഉള്ള ഒരാളും ഇവിടെ തണ്ണിമത്തനുണ്ട്. പിന്നെ പയർ, പിന്നെ കിഴങ്ങൊക്കെ ഉണ്ട്. പിന്നെ കൊച്ച് പച്ചത്തക്കാളിക്ക, പിന്നെ ബീട്രൂട്ട്, നമ്മുടെ ക്യാരറ്റ്, പാവയ്ക്ക. അപ്പം മച്ചന്മാരെ നമ്മുടെ വഴുതനങ്ങ, പിന്നെ അതിനപ്പുറത്തോട്ട് മാറി പാവയ്ക്ക. അപ്പോൾ ഇവർ രാവിലെ എല്ലാം നിരത്തുന്നേ ഉള്ളൂ കേട്ടോ, എല്ലാം റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ പടവലങ്ങ, കോവയ്ക്ക, പിന്നെ ഇവിടെ ഒന്നും ആയില്ല, എല്ലാം റെഡിയായിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ സവാള, ഒരു കാലത്ത് ഭയങ്കര വിലയുള്ള സാധനമായിരുന്നു നമ്മുടെ കൊറോണയൊക്കെ സമയത്ത്. അപ്പം മച്ചാ പോലെ ഇത് വന്ന് ഏത്തക്കയുണ്ട്. ഇതെന്തോന്ന് പേരെനിക്കറിയത്തില്ല. അപ്പോൾ ഹിന്ദിയിലെങ്ങാണ്ട് മുള്ളി എന്നാണ് പറഞ്ഞത്. ഇച്ചിരി എരിവൊക്കെ ഉണ്ടെന്നാണ് ഇതിനറിയാൻ പറ്റുന്നത്. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ബജ്ജിമുളക്, പിന്നെ കൊച്ചുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ ഇത്തിരി കുഞ്ഞന്മാർ നമ്മുടെ കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, പിന്നെ നെല്ലിക്ക. അധികം എങ്ങും കിട്ടാത്തൊരു സാധനം ഇരിപ്പുണ്ട്, ചോളം. പിന്നെ നമ്മുടെ ചേമ്പ് കിടപ്പുണ്ട് കേട്ടോ, ചേമ്പ്. പിന്നെ നമ്മുടെ തക്കാളിക്കുട്ടന്മാർ കിടപ്പുണ്ട്. പിന്നെ ചീര, നമ്മുടെ നാടൻ ചീരയുണ്ട്, പച്ചച്ചീരയുണ്ട്. ഉലുവാട് ഇലയുണ്ട് കേട്ടോ, ഉലുവാട് ഇലയും ഇവിടെ കിട്ടും. പിന്നെ ഇത് നമ്മുടെ പാലക്കിൻ്റെ ഇല. അപ്പം മച്ചവരെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ ഇപ്പം ഒരു സീസണാണ്, മാങ്ങയുടെ സീസണ്. അപ്പം മാങ്ങയുണ്ട്, അതുപോലെ ചേനയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, നാരങ്ങയുണ്ട്. അപ്പം മച്ചന്മാരെ ഇതാണ് ചൊരയ്ക്ക, നമ്മുടെ പച്ച ക്യാബേജ്. അപ്പുറത്ത് വയലറ്റ് ക്യാബേജ് ഇരിപ്പുണ്ട്, ഇത് പച്ച ക്യാബേജ്. മച്ചന്മാരെ നമ്മുടെ കുമ്പളങ്ങായും അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉണ്ട്. പിന്നെ അതിനിപ്പുറത്തോട്ട് മാറിയിട്ട് നമ്മുടെ മത്തങ്ങ, ഇതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പം ഇതുവഴി പോകുന്നവർ ഒന്ന് നോക്കുക. ഇത് കണ്ടോ, ഇതാണ് സ്ഥലം, നമ്മുടെ ചീങ്കയിൽമുക്ക് എന്ന് പറയും. ചീങ്കയിൽമുക്ക് വരെ പോകേണ്ട, അതിനിപ്പുറമാണ്. ഇവിടെ വഴിയോര ഇതായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ. അത് മാത്രമല്ല ഇഷ്ടംപോലെ ആൾക്കാരിവിടെ മേടിക്കാനും വരുന്നുണ്ട്. അപ്പം മച്ചന്മാരെ ഇത് ഏത് ഐറ്റം എടുത്താലും 50 രൂപയാണ് റേറ്റ് കേട്ടോ. അത് നമ്മൾ കിറ്റായിട്ട് എടുത്താലും അല്ലാതെ എടുത്താലും എല്ലാം 50 രൂപ റേറ്റാണ്. നമ്മൾ 1 കിലോ തൂക്കം വരുന്നതിന് എല്ലാം 50 രൂപ റേറ്റ്. നമുക്ക് സെപ്പറേറ്റ് ആണെങ്കിലും എടുക്കാം കേട്ടോ, സെപ്പറേറ്റ് ആണെങ്കിലും നമുക്ക് ഇതെല്ലാം എടുക്കാവുന്നതാണ്.
അപ്പം എല്ലാം നല്ല ഫ്രഷ് സാധനം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് സാധനം എടുക്കുന്നുണ്ട്, ഇഷ്ടം പോലെ. ഇത് ഒന്നുകൂടെ പറയാണ്, ഇത് ചീങ്കയിൽമുക്ക് ജംഗ്ഷനാണ്. ഇഞ്ചിയുണ്ട് കേട്ടോ, ഇവിടെ ഇഞ്ചിയുണ്ട്. ഇതിൻ്റെ പേരെന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇതൊരു പുളി, വലിയൊരു പുളി കൂട്ടുള്ളൊരു സംഭവമാണ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതും അറിയാവുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ മച്ചന്മാരെ അമരപ്പയറും കിടപ്പുണ്ട് കേട്ടോ.